ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തീയലാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇത് വളരെ രുചികരമായ ഒരു തീയലാണ്. ഒരു കിഡിലൻ ചേന തീയലാണിത്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ചേന കനം കുറഞ്ഞ് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊരു 150 ഗ്രാം കാണുമായിരിക്കും. ഇനി ആവശ്യമുള്ളത് ഒരു പിടി ചെറിയുള്ളി, 2-3 പച്ചമുളക് കീറിയതും ഒരു 3-4 തണ്ട് കറിവേപ്പിലയുമാണ്. ഇനി തീയലിന് ആവശ്യമുള്ളത് പുളിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഈ പുളിയിലോട്ട് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഈ തീയൽ ഞാനൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേന കഷ്ണങ്ങൾ നമുക്ക് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും 5-8 ചെറിയുള്ളിയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ചേനയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ചേനയൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് പാകത്തിനുപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചില സമയത്ത് നമ്മൾ ചേന മേടിക്കുമ്പം പെട്ടെന്ന് വേകുന്ന ചേനയായിരിക്കും. ചില സമയത്ത് ഒത്തിരി സമയമെടുക്കും വേവിച്ചെടുക്കാനായിട്ട്. കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഈ ചേന ഇനി അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഈ ചേന പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ കൈകൊണ്ടൊന്ന് അമർത്തുമ്പം ഇത് പൊടിഞ്ഞു പോകുന്ന പാകം വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തീയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം കായമിട്ട് നമുക്ക് വറുത്ത് കോരാം. ഇനി ഈ എണ്ണയിലേക്ക് 5-6 ഉണക്കമുളകും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇനിയും 2 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. മുളകും മല്ലിയും കായവും വറുത്ത് കോരിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് തന്നെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ ചെറുതീയിൽ നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് കൈവിടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തേങ്ങ എല്ലാം ഈക്വലായിട്ട് നമുക്ക് ബ്രൗൺ ആയി കിട്ടണം. ഈ തേങ്ങ പകുതി മൂപ്പായി കഴിയുമ്പോൾ ഒരു 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പം ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും കായവും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം ഒരു ഡീപ്പ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഈ വറുത്ത തേങ്ങ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. ചൂട് പാനിൽ തന്നെ ഇരുന്നാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ വറുത്തെടുത്ത തേങ്ങാക്കൂട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിലേക്ക് ചേർക്കാം. പിന്നെ അരപ്പ് കഴുകിയെടുത്ത വെള്ളം ഉൾപ്പെടെ 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ച പുളി പിഴിഞ്ഞ വെള്ളവും കൂടെ ചേർക്കാം. ഞാനിവിടെ അത്യാവശ്യം കുറുകിയ ഒരു തീയലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും കുറുകിയ തീയൽ ഇഷ്ടമില്ലെങ്കിൽ വെള്ളം ചേർത്ത് പാകത്തിന് നീട്ടിയെടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം.
കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് തിളപ്പിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ കുറുകി വരും. ഇനിയും തീയൽ താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം. ഇനി ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. ചെറിയുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തീയലിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അവസാനം മുളക് പൊടി ചേർക്കുമ്പം തീയലിനൊരു നല്ല കളറ് കിട്ടും. നിങ്ങളും ഇതുപോലെ ചേന കൊണ്ട് ഒരു തീയൽ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.